ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഈ ഒരു പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 150 ഗ്രാം കാണും. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കാരമൽ ചെയ്തെടുക്കാൻ. ആദ്യം അനക്കാതെ വയ്ക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതുപോലെ ചെറുതായിട്ട് അലിഞ്ഞു തുടങ്ങും. ആ ഒരു സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ വേണ്ടി മറക്കരുത്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പഞ്ചസാരയൊക്കെ ഇതുപോലെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് വരും. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മാത്രം കാരമലൈസ് ചെയ്താൽ മതി. ഒരുപാട് ബ്രൗൺ കളർ ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ പഞ്ചസാര കരിഞ്ഞ് കയ്പ്പ് ടേസ്റ്റ് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചെറു ചൂടായിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിലേക്കൊന്നും കാരമൽ ആകാതെ സൂക്ഷിക്കണം. ഇപ്പം ഞാൻ മുഴുവനായിട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഏറ്റവും ലോയിലാക്കിയിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കട്ട പിടിച്ച പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതൊക്കെ അലിഞ്ഞു ചേർന്ന് യോജിച്ച് വന്നോളും. ഇപ്പോൾ നോക്കൂ, എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു അത്യാവശ്യം വലിയ പാനിലേക്ക് 1/4 കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 50 ml കാണും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 100 ഗ്രാമാണ്. വറുക്കാത്ത റവയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബോംബെ റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഉപ്മാവിനൊക്കെ ഉണ്ടാക്കണ ആ ഒരു റവ. ഈ ഒരു റവ ആദ്യം നെയ്യിൽ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. നിങ്ങൾ വറുത്ത റവയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഈ ഒരു പ്രോസസ്സ് എന്തായാലും ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോളൂ. കളറൊന്നും ഒരുപാട് മാറേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഏകദേശം 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് മാത്രമേ കളറ് മാറിയിട്ടുള്ളൂ. ഒരുപാട് കളറ് മാറേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് ഇതിലേക്ക് തിളപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ തിളപ്പിച്ചെടുത്തതാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂട് കാണും. 500 ml പാലാണ്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ചൂടാക്കി എടുത്തിരിക്കുന്നത്. അത് ചൂടോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പാല് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പാലാകുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നോക്കൂ, റവയൊക്കെ നന്നായിട്ട് വെന്ത് ഒരല്പം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് അതിനനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ബദാം പൊടിച്ചതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് ബദാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വരും. ആ ഒരു സമയം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നോക്കൂ, ഇത് പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു പാകത്തിന് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂടൊക്കെ ആറി വരുമ്പോൾ കറക്റ്റ് പാകത്തിനാണ് നമുക്ക് കിട്ടുക. ഇത് ഇഷ്ടമുള്ള പോലെ സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിതുപോലെ ചെറിയൊരു പാത്രത്തിൽ സെറ്റ് ചെയ്തെടുത്തിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. മുകളിൽ കുറച്ച് നെയ്യിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കാരമൽ റവ കേസരിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ കേസരിയിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയിലാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.